ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചാനലിൽ നിന്നുള്ള ആദ്യത്തെ ഒഫീഷ്യൽ വീഡിയോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കുമായിരുന്നു ആദ്യത്തെ വീഡിയോ എന്ത് പോസ്റ്റ് ചെയ്യണം, എവിടെ പോകണമെന്നൊക്കെ. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇവിടെ ഇപ്പോൾ കാനഡയിൽ സമ്മറാണ്, സ്ട്രോബെറീസിൻ്റെ സീസണാണ്. എങ്കിൽ പിന്നെ ഒരു സ്ട്രോബെറി ഫാമിൽ പോയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അതെ, ഞങ്ങൾ എല്ലാ വർഷവും ഏതായാലും സ്ട്രോബെറി ഫാമിൽ പോകുന്നതാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് പിക്ക് ചെയ്യാനും ഷോപ്പിലൊക്കെ വെച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ എല്ലാ വർഷവും പോകും. ഈ വർഷം പോകാനുള്ള പ്ലാൻ ഉണ്ട്. എന്താണേലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാണാത്തവർക്കൊക്കെ അത്രയും വലിയൊരു ഫാം കാണുക, ഫ്രഷ് സ്ട്രോബെറീസ് പിക്ക് ചെയ്യുക, അത് കഴിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയുടെ കൂടെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതെ, എങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാമിൽ ഒരുമിച്ച് അങ്ങ് പോവാം. അതെ, ഞങ്ങൾ ഇതുവരെ റെഡി ആയിട്ടില്ല. നമ്മൾ റെഡി ആയിട്ട് ഇനിയും ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫാമിലേക്ക് പോകാം. സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു 25 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്ട്രോബെറി ഫാമിലോട്ട്. നമ്മൾ പാരീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് അതിമനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോകാം. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അഞ്ചും കിങ്ങിണി എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്, അല്ലേ? അതെ, ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി എന്നൊക്കെ കുഞ്ഞിലെ കേൾക്കുമ്പോൾ ആകെ പുസ്തകങ്ങളിൽ കണ്ടിരിക്കുന്ന ചുമന്ന ഫ്രൂട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിവുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും സമ്മറിലൊക്കെ സ്ട്രോബെറി പിക്കിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ കടയിലാണെങ്കിലും സ്ട്രോബെറി അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും സ്ട്രോബെറി സുലഭമായിട്ട് കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ സ്ട്രോബെറി പിക്കിങ്ങിന് ഒരു അവസരം കിട്ടിയത് അതൊരു ഭയങ്കര സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്, പ്രത്യേകിച്ച് ഇങ്ങനെയും കൊണ്ട് പോകുന്നതിൽ. ഓക്കെ, അപ്പം ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം നമ്മൾ സ്ട്രോബെറി ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ട്രോബെറി ഫാം. ഞങ്ങളിവിടെ ബ്രാൻഡ്വുഡ് എന്ന് പറയുന്നൊരു ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ചും കിങ്ങിണി ഓൾറെഡി പിക്കിങ് തുടങ്ങി. അവർ ഒരു ബോക്സ് ഹാഫ് ആകാറായി പിക്ക് ചെയ്ത്. ഇതാണ് ഇപ്പോൾ ഫാം. ഞാൻ സ്ട്രോബെറീസ് കാണിച്ചു തരാം നിങ്ങളെ. ഈ ഫാം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നാട്ടിൽ മറ്റേ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഇടയിലോട്ട് നോക്കിയാലാണ് നമ്മുടെ ഹിഡൻ ട്രഷേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല ചുമന്ന നല്ല നല്ല സ്ട്രോബെറീസ്. അഞ്ച് നല്ല സ്ട്രോബെറീസ് മാത്രം നോക്കി വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയുള്ള പിക്കിംഗ് ആണ്. ഇത്രയും ദൂരം വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചീഞ്ഞത് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. ഇവിടെ കുറേ ചീഞ്ഞതുണ്ട്. ഇത്രയൊക്കെ പറിച്ചിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വല്ല ജാം ഉണ്ടാക്കാനോ? എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെക്ക് കുറച്ച് ജെല്ലീസ് ഉണ്ടാക്കി കൊടുക്കണമെന്നും വീട്ടിലേക്ക് ജാം ഉണ്ടാക്കണമെന്നും ആഗ്രഹമുണ്ട്. അത്രത്തോളം ഒന്ന് കാണിച്ച പറിച്ച സ്ട്രോബെറീസ് ഒക്കെ ഒന്ന് കാണിച്ച എല്ലാവരെയും. ഇല്ല, നോക്കാം. നല്ല നല്ല ചുമന്ന ജ്യൂസി, എന്നാൽ ചെറിയ സൈസൊക്കെ കടയിലൊക്കെ കിട്ടുന്നതിനേക്കാളും ചെറുതാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറീസ്. ഇത് കാണുമ്പം നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മറക്കും. ടേസ്റ്റ് ഓർക്കുമ്പോ കഷ്ടപ്പെടാൻ തോന്നും നമുക്ക് പറിച്ച്. അതെ, കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ പറിച്ചെടുക്കും. കണ്ടോ, നല്ല റെഡ് സ്ട്രോബെറീസ്. എൻ്റെ ഇടയിൽ ചീഞ്ഞതൊക്കെ ഉണ്ട്. നമ്മളത് നോക്കിയും കണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ചീഞ്ഞതൊക്കെ ഉണ്ട്. നോക്കി നല്ലത് നോക്കി എടുക്കണം. കുറച്ച് ടാസ്ക്കാണ്. നാട്ടിൽ സമ്മർ സീസൺ ആകുമ്പോഴത്തേന് മാങ്ങയും ചക്കയും ഒക്കെ അല്ലേ സീസണിൽ ഉള്ള, അതേപോലെ സമ്മറിലൊരു സ്പെഷ്യലായിട്ട് കാനഡയിൽ കാണുന്നൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അത് ഇങ്ങനെ അത് പിക്ക് ചെയ്യാനും ഒക്കെ ഫാം ഇങ്ങനെ ഓപ്പൺ ആക്കും. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ ഓരോന്ന് അവൈലബിളാണ്. ഇതാണ് ഫുൾ ഫാം. ഇവിടെ സ്ട്രോബെറീസ് ഉണ്ട്, പീസ് ഉണ്ട്, പൊട്ടറ്റോസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വീക്ക് ബ്ലൂബെറീസ് ഓപ്പൺ ആവും. എങ്ങനെ സ്ട്രോബെറി എമ്മയാണ് ഇങ്ങനെ കിങ്ങിണി തന്നെ ഫാമിൽ നിന്ന് സ്ട്രോബെറി പിക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. കിങ്ങിണിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്. കുറച്ച് കഴിച്ചോ. ഇങ്ങനെ പതുക്കെ എൻ്റെ ലീഫൊക്കെ എടുത്ത് കളഞ്ഞ് കഴിക്കാനുള്ള പ്ലാനില്ല. ഞാൻ എല്ലാവരെയും അല്ലേ സ്ട്രോബെറി കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരാവേ. ഇങ്ങനെ എന്നാ ചെയ്യുക,
സ്ട്രോബെറി ഫേഷ്യൽ ചെയ്യുവാണോ? അവളിവിടെ ഉള്ള സ്ട്രോബെറി എല്ലാം പറിച്ച് ഫേഷ്യൽ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ സ്ട്രോബെറി പിക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് പറിച്ചു. തളർന്ന് എല്ലാവരും നല്ല ടയർഡായി. കിങ്ങണീനെയൊക്കെ കണ്ടോ? സ്ട്രോബെറി കുളിച്ചു. ഹായ് പറഞ്ഞേ കിങ്ങിണി, ഹായ് പറഞ്ഞേ. സ്ട്രോബെറിയിൽ കുളിച്ച് ക്ഷീണിച്ച് ഉറക്കമൊക്കെ വന്ന് തളർന്നിരിക്കുക അവള്. രാത്രിയായി 7 മണി കഴിഞ്ഞ് 7:30 ആയി. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.